അപ്പോൾ തുടങ്ങാം. അവർ എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു ഞാൻ ഉൾഫയിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം തന്നെ എൻ്റെ അപ്പം പറഞ്ഞു ഇറങ്ങടാ പട്ടി എൻ്റെ വീട്ടിൽ നിന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു ശരിയാണ്, എൻ്റെ അവസ്ഥ വേറെ ആർക്കും ഇല്ലല്ലോ, വേറെ ആർക്കും നാട് വിടേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഉടനെ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ കട്ട കെട്ടാൻ വേണ്ടി ഒരു ടീം വന്നിട്ടുണ്ടല്ലോ, അവന്മാരുടെ കഥ അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയത്തില്ല, എന്താ അവന്മാരുടെ കഥ? അവന്മാരാരും ഇന്ത്യക്കാരല്ല. ഞാൻ ചോദിച്ചു പിന്നെ ഇന്ത്യക്കാരല്ലാതെ? ഇവന്മാരൊക്കെ ബംഗ്ലാദേശുകാരാ. എന്നിട്ട് നീ എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്യാനാ, ഒരു ദിവസം ചായ കുടിക്കാനാണെന്നും പറഞ്ഞ് ഞാൻ പതുക്കെ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ ഒറ്റ ഓട്ടം, അടുത്ത ഒളിച്ചോട്ടം. ഇവിടുത്തെ തട്ടടി ടീമിൻ്റെ നേതാവായിട്ടുള്ള ദീപക് ഉണ്ടല്ലോ, ഇവന്മാരെല്ലാം നാട്ടിൽ പോയിട്ട് അവൻ എന്താ വർഷങ്ങളായിട്ട് നാട്ടിൽ പോകാത്തതെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, എന്താ കാര്യം? അവൻ അവിടെ ഒരാളെ തട്ടിയിട്ട് വന്നതാന്ന് പറഞ്ഞു. അപ്പോൾ തുടങ്ങാം. ഞാൻ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ നമ്മുടെ നാട്ടിൽ ജോലിക്കായിട്ട് വരാറുണ്ട് എന്ന്. ഇപ്പോൾ ഞാൻ ഒരു സൈറ്റിൽ ജോലി നടക്കുന്ന സമയത്ത് അവിടെ ഒരാൾ ആസാമിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരേ ഒരാൾ മാത്രമേ ആസാമിൽ നിന്ന് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ മിക്കതും ബീഹാർ, ബംഗാൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇവനെ പിടിച്ചു നിർത്തി ഇവനോട് ചോദിച്ചു, എടാ നീ മാത്രം എങ്ങനെ ഈ ആസാമിൽ നിന്ന് ഇവിടെ വന്ന, വേറെ ആരും നിൻ്റെ നാട്ടിൽ നിന്ന് വന്നിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു ശരിയാണ്, എൻ്റെ അവസ്ഥ വേറെ ആർക്കും ഇല്ലല്ലോ, വേറെ ആർക്കും നാട് വിടേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് നാട് വിടാനും മാത്രം നീ എന്ത് വലിയ പ്രശ്നമാണ് അവിടെ ഉണ്ടാക്കിയിട്ട് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ആസാമിൽ നിന്ന് കേരളത്തിലേക്ക് പുള്ളി എത്തിയതിൻ്റെ ഒരു കഥ എന്നെ പറഞ്ഞ് കേൾപ്പിച്ചു. പുള്ളിയുടെ ചെറുപ്പകാലത്ത് ഒരു 10-18 വയസ്സൊക്കെ ആയിരുന്ന സമയത്ത് വീട്ടുകാർ ഭയങ്കരമായിട്ട് നിർബന്ധിക്കാൻ തുടങ്ങി. വല്ല ജോലിക്കും പോടാ, വീട്ടിലിങ്ങനെ ചുമ്മാ ചൊറിയും കുത്തിയിരിക്കുക, എന്തെങ്കിലും പണിക്ക് പോടാ എന്നിങ്ങനെ പറയുന്നു. പുള്ളിക്കാണെങ്കിൽ ഈ പറച്ചിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും വീട്ടുകാരുമായിട്ട് ജോലിക്ക് പോകും എന്ന് പറയുന്ന ഈ കാര്യത്തിൻ്റെ പേര് പറഞ്ഞ് എല്ലാ ദിവസവും അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിന്ന് വീട്ടുകാരോട് ഭയങ്കര ദേഷ്യം വരാൻ തുടങ്ങി. എനിക്കൊന്ന് റിലാക്സ് ചെയ്യാനുള്ള സമയത്ത് ഇവർ എന്തിനെ ജോലിക്ക് പോകാൻ വേണ്ടി നിർബന്ധിക്കുന്നു എന്നൊക്കെ പുള്ളി കരുതുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുള്ളിയുടെ ഒരു കൂട്ടുകാരനോട് ചോദിച്ചു, എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, വീട്ടുകാരുടെ ശല്യം ഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്നു, ഞാനിപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ബുദ്ധിപരമായിട്ടൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു, നീ ഒരു കാര്യം ചെയ്യും, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഒരു സ്ഥലത്ത് പോയി ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഏതാ സ്ഥലം? അപ്പോൾ പുള്ളി ഒരു ചെറിയ ചിരിയൊക്കെ ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ കുറേ കാലം ഉൾഫയിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഉൾഫ എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും, എങ്കിലും അറിയാൻ മേലാത്തവർക്കായിട്ട് പറയാം. ഇന്ത്യൻ സർക്കാർ ഒരു ഭീകരവാദി സംഘടനയായിട്ട് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന ഒരു സംഘടനയാണ് ഈ ഉൾഫ എന്ന് പറയുന്ന ആസാമിലെ ഒരു ഗ്രൂപ്പ്. ഉടനെ ഞാൻ ചോദിച്ചു എടാ നീ അപ്പോൾ ഭീകരവാദിയാണോ എന്ന് ചോദിച്ചു. ഇവനപ്പോൾ ഏകദേശം നമ്മുടെ മിഥുനൻ സിനിമയിലെ ശ്രീനിവാസൻ്റെ ലൈനാണ്. പുള്ളി ആ സിനിമയിൽ പറയുന്നുണ്ടല്ലോ, എക്സ്കർഷന് പോകാൻ വേണ്ടി അമ്മാവനോട് കാശ് ചോദിച്ചപ്പോൾ പുള്ളി തന്നില്ല, അപ്പം ഞാൻ നേരെ പോയി നക്സലേറ്റ് ആയിട്ട് മാറിയെന്ന് പറയുന്ന പോലെ ഇവൻ പറഞ്ഞതാണ്. ശരിയാണ്, കുറച്ച് കാലം ഞാനൊരു ഭീകരവാദിയായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എടാ ഭീകര, അപ്പോൾ പിന്നെ നീ എങ്ങനെയാണ് അതൊഴിവാക്കി ഇവിടേക്ക് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു വീട്ടുകാരുടെ ശല്യം സഹിക്കാൻ മേലാതെയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ പോയി ജോയിൻ ചെയ്തത്. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ ചുമ്മാ ഇരിക്കലല്ലേ പരിപാടി, അവിടെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടതിനേക്കാളും വലിയ ജോലികൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. വീട്ടുകാർ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കത്തേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ചെന്നിട്ട് അവർ പറഞ്ഞ പണി ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായതെന്ന് പറഞ്ഞു. എന്നിട്ട് നീ എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്യാനാ, ഒരു ദിവസം ചായ കുടിക്കാനാണെന്നും പറഞ്ഞ് ഞാൻ പതുക്കെ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ ഒറ്റ ഓട്ടം, അടുത്ത ഒളിച്ചോട്ടം നേരെ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് എത്തിയെന്ന് പറഞ്ഞു. എന്നിട്ട് വീട്ടുകാർ നിന്നെ സ്വീകരിച്ചോ? വീട്ടുകാരെല്ലാം സ്വീകരിച്ചു. വീട്ടുകാർക്ക് എന്നെ സ്വീകരിക്കുന്നതൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. സന്തോഷത്തോടെ കാണാതെ പോയ മകനെ കിട്ടിയതൊക്കെ അവർ സന്തോഷിച്ചു. എന്നിട്ട് അവർ എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു ഞാൻ ഉൾഫയിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം തന്നെ എൻ്റെ അപ്പം പറഞ്ഞു ഇറങ്ങടാ പട്ടി എൻ്റെ വീട്ടിൽ നിന്നെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു നിന്നെ വീട്ടുകാരപ്പോൾ ഉപേക്ഷിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു ഉപേക്ഷിച്ചൊന്നുമല്ല, അവർക്കും ഭയങ്കര പേടിയായിരുന്നു. കാരണം ഇനിയിപ്പോൾ അവരെങ്ങാനും എന്നെ വന്ന് അന്വേഷിച്ച് വരുമോ, ഇനി അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, ഇനി ഞാൻ ആ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള അവരുടെ പേടി കാരണം എങ്ങനെയെങ്കിലും നാട് വിട്ട് പോയാൽ മതി എന്നുള്ള അവസ്ഥയായി. അതുകൊണ്ടാണ് ഞാൻ എല്ലാം വിട്ടെറിഞ്ഞ് വെച്ച് കേരളത്തിലേക്ക് വന്നത് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്, കേരളത്തിൽ വന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു വീട്ടുകാർ പറഞ്ഞത് കേട്ടായിരുന്നെങ്കിൽ മര്യാദയ്ക്ക് നാട്ടിലും നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ കണ്ട് സമാധാനമായിട്ട് ഇച്ചിരി പണിയെടുത്തെങ്കിലും ജീവിക്കായിരുന്നു. ഇതിപ്പം നാടുമില്ല വീടുമില്ല, ഏതോ ഒരു സ്ഥലത്ത് വന്ന് ഞാനിങ്ങനെ കിടക്കുകയാണ്, ശമ്പളവും ജോലിയും ഫുഡും ഒക്കെ ഉള്ളതുകൊണ്ട് ജീവിച്ചു പോകുന്നു. എന്നാൽ ചെറുപ്പത്തിൽ കാണിച്ചൊരു അബദ്ധം കാരണം ഞാൻ ഇവിടെ വന്ന് പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഭീകരവാദി കൊള്ളാം കേട്ടോ എന്ന് പറഞ്ഞു. ഉടനെ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ സാറ് എന്നെ മാത്രം കളിയാക്കുമൊന്നും വേണ്ട, ഇവിടുത്തെ തട്ടടി ടീമിൻ്റെ നേതാവായിട്ടുള്ള ദീപക് ഉണ്ടല്ലോ, ഇവന്മാരെല്ലാം നാട്ടിൽ പോയിട്ട് അവൻ എന്താ വർഷങ്ങളായിട്ട് നാട്ടിൽ പോകാത്തതെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, എന്താ കാര്യം? അവൻ അവിടെ ഒരാളെ തട്ടിയിട്ട് വന്നതാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പോടാ ചുമ്മാ നുണ പറയാതെ എന്ന് പറഞ്ഞു സംശയം ഉണ്ടെങ്കിൽ ആരോട് വേണേൽ ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ആ സൈഡിൽ കൂടെ പോയിരുന്നെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു എടാ നിങ്ങളുടെ നേതാവ് ദീപക് നാട്ടിലൊരാളെ തട്ടിയിട്ട് ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നത് സത്യമാണോ എന്ന് ചോദിച്ചു.
അപ്പോൾ തന്നെ ഇവൻ പറഞ്ഞു 100% സത്യമാണ് സാറേ, അവൻ ആൾ ശരിയല്ല എന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ മനോജിൻ്റെ കഥ പറഞ്ഞ പോലെ തന്നെ ഈ നേതാക്കന്മാരെ ഒന്നും യുവന്മാർക്ക് വലിയ താല്പര്യമില്ല. കാരണം നേതാക്കന്മാർ യുവന്മാരെ ഇന്ന് കമ്മീഷൻ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കഥയിൽ അത്ര വിശ്വാസ്യത പോരാഞ്ഞുകൊണ്ട് ഞാൻ ദീപകിനെ തന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ നിന്നെപ്പറ്റി ഞാനൊരു കാര്യം കേട്ടല്ലോ, ഇത് വല്ലതും സത്യമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവനും അതേ ചിരി എന്താ കേട്ടത് എന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന പോലെ നീ നാട്ടിലൊരു കുഴപ്പമുണ്ടാക്കിയിട്ട് വന്നതാണെന്ന് കേട്ടല്ലോ എന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞു അത് കേട്ടത് പകുതി സത്യമാണ്, മൊത്തം സത്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ എന്താണ് ശരിയായിട്ടുള്ള സത്യം എന്ന് ചോദിച്ചു. ഇവൻ പറഞ്ഞ് ഞാൻ വളരെ മര്യാദയ്ക്ക് ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ബൈക്ക് ഇങ്ങനെ ഓടിച്ചിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ബൈക്ക് ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ശ്രദ്ധയൊന്ന് പാളി. ആ പാളിയതിൻ്റെ ഇടയ്ക്ക് അറിയാതെ എൻ്റെ ബൈക്ക് ഒരു പെൺകുട്ടിക്കിട്ട് പോയി അങ്ങ് ഇടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പെൺകൊച്ച് താഴേക്ക് വീണു. ഞാൻ പേടിച്ചിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് എന്തായെന്ന് അറിയില്ല, ഞാൻ പേടിച്ച് വീട്ടിലിരിക്കുന്ന സമയത്ത് നാട്ടുകാരൊക്കെ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ആ പെങ്കൊച്ച് പോയി കേട്ടോ, നീ എന്നാ പണിയാണ് കാണിച്ചതെന്നൊക്കെ പറഞ്ഞു. അത് സത്യമാണോ നുണയാണോ എന്നെ പേടിപ്പിക്കാൻ പറഞ്ഞതാണോ ഒന്നും അറിയില്ല. അന്ന് രാത്രി കൈ കിട്ടിയ തുണിയെല്ലാം കൂടെ ചുരുട്ടി കെട്ടി അടുത്ത വണ്ടിയെ കയറി ഞാൻ ഇവിടേക്ക് വന്നതാണെന്ന് പറഞ്ഞു. വന്നിട്ടിപ്പം വർഷം 3 നാട്ടിലേക്കൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ ചിലവർ പറയും സത്യമാ എന്ന് പറയും, ചിലവർ പറയും ഇല്ല ഒരു കുഴപ്പമില്ല നീ തിരിച്ചു പോകാമെന്ന് പറയും. പക്ഷേ എനിക്ക് തിരിച്ചു പോകാനുള്ള പേടി കാരണം ഇപ്പോഴും ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. ദെൻ ഐ വാസ് ലൈക്ക് നീയൊക്കെ എന്തുവാടാ ഈ പറയുന്നത്, എവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവന്മാർ മാത്രമാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. ഉടനെ ഇവൻ എൻ്റെ അടുത്ത കഥ പറയുന്നു. നേതാക്കന്മാരെ ഗ്രൂപ്പിലുള്ളവർക്ക് ഇഷ്ടമില്ലാത്തതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിലുള്ളവർക്ക് മറ്റുള്ള ഗ്രൂപ്പിലെ ആളുകളെ ഇഷ്ടമല്ല. ഉടനെ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ കട്ട കെട്ടാൻ വേണ്ടി ഒരു ടീം വന്നിട്ടുണ്ടല്ലോ, അവന്മാരുടെ കഥ അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയത്തില്ല, എന്താ അവന്മാരുടെ കഥ? അവന്മാരാരും ഇന്ത്യക്കാരല്ല. ഞാൻ ചോദിച്ചു പിന്നെ ഇന്ത്യക്കാരല്ലാതെ? ഇവന്മാരൊക്കെ ബംഗ്ലാദേശുകാരാണ്. ബംഗ്ലാദേശിൽ നിന്ന് പതുക്കെ ഇവന്മാർ ബോർഡർ കടന്ന് നമ്മുടെ നാട്ടിൽ വരും. നാട്ടിൽ വന്ന് കുറച്ച് കാലം ഇതിലേക്കൂടെയൊക്കെ നടന്നിട്ട് ഒരു ആധാർ കാർഡും റേഷൻ കാർഡും ഒപ്പിക്കും. അത് കഴിഞ്ഞാൽ അവന്മാരും സ്ഥലം വിടും. നേരെ ഈ സൗത്തിൽ വന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെയുള്ള സ്ഥലങ്ങളിലായിട്ട് ഇവന്മാരിങ്ങനെ ജീവിക്കും. നമ്മുടെ ഈ സൈഡിലുള്ള മിക്കവന്മാരും ഇന്ത്യക്കാരൊന്നും അല്ല എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ തോന്നിയില്ല. പക്ഷേ ഇവൻ തറപ്പിച്ച് പറയുകയാണ് ഇവൻ പറയുന്ന സത്യമാണ് എന്നുള്ള കാര്യം. അതിനുശേഷം ഇവൻ പറഞ്ഞു ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാം, കൂടുതൽ ആളുകളുടെ കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഇനിയും ഈ ടൈപ്പ് സംഭവങ്ങൾ കൂടുതൽ കേൾക്കാനുള്ള ആരോഗ്യം എനിക്കില്ല എന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചില്ലെങ്കിലും പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ടു ഈ പുറത്തു നിന്ന് വരുന്ന ആളുകളുടെ ഐഡൻറ്റിറ്റി കാർഡൊക്കെ സ്ട്രിക്റ്റായിട്ട് ചെക്ക് ചെയ്യണം, ഇവന്മാരെ കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ ഒരു സമയത്താണ് വരുന്നത്. അതിൻ്റെ കാരണം ഇവരിലെ ചില ആളുകൾ നമ്മുടെ നാട്ടിൽ വന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തതുകൊണ്ടും ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ എവിടെയൊക്കെയോ റിപ്പോർട്ട് ചെയ്തതുകൊണ്ടുമാണ്. പിന്നെയും ദീപക് എൻ്റെ അടുത്ത് വീണ്ടും കുറേ ആളുകളുടെ കഥകൾ പറഞ്ഞിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ക്രിമിനൽ കഥകൾ തന്നെ ഒരുപാട് പറയേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലം ഈ കഥ ഇവിടെ വെച്ച് നിർത്താം. ഇവരുടെ കാര്യം ആക്ച്വലി പറയുമ്പോൾ വീണ്ടും ഒരുപാട് കഥകൾ ഇങ്ങനെ ഓർമ്മ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനി അത് തന്നെ പറഞ്ഞ് ഒരുപാട് മുമ്പിലേക്ക് പോകണ്ട. ഒരേ ഒരു പ്രാവശ്യം കൂടെ ഒരു 1-2 കഥകൾ കൂടെ മാത്രം പറഞ്ഞിട്ട് നമുക്ക് ഇവന്മാരുടെ കഥകൾ അങ്ങ് അവസാനിപ്പിക്കാം. അടുത്ത പറയാൻ പോകുന്ന കഥയുടെ ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല, പകരം അതിനുള്ള ഒരു ടൈറ്റിൽ മാത്രം പറയാം. കൂടെ കിടക്കാത്ത ഭാര്യയും ഭാര്യയുടെ 3 മക്കളും. ഈ കഥ എന്താണെന്നും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നും ഇനി ഞാൻ വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാം. സോ ടിൽ വി മീറ്റ് അഗെയിൻ, ദിസ് ഈസ് യുവർ നെയ്ബർ മല്ലു RJ Sharan സൈനിങ് ഓഫ്.